നമസ്കാരം. ഇന്ന് ഇങ്ങനെയൊരു വീഡിയോ ഇടാനായിട്ട് തോന്നിയത്, ഇന്ന് വൈകുന്നേരം ഒന്ന് രണ്ട് ഓൺലൈൻ മീഡിയാസിൽ ഒന്ന് രണ്ട് ന്യൂസ്, അതായത് നമ്മുടെ കേരളത്തിലെ പ്രതിഷേധത്തിൻ്റെ ദിനമായിരുന്നു, CJPയുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നമ്മുടെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ കുട്ടി നേതാക്കന്മാർ അവരെ ആ പ്രതിഷേധത്തെ തടയാനൊക്കെ നിന്നിരുന്ന പോലീസ് ഓഫീസേഴ്സിനോട് പ്രതികരിക്കുന്ന രീതിയാണ് രണ്ടിടത്തും ശ്രദ്ധിച്ചത്. ഒരിടത്ത് ആലപ്പുഴയിലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ കുട്ടി നേതാവ് പറയുന്നുണ്ട്, കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് ഞങ്ങൾ പേടിച്ചിട്ടില്ല, പിന്നെയാണോ ഇപ്പോൾ നിന്നെ പേടിക്കുന്നത്? അതായത് CI വിളിക്കുന്നത് CI വിളിക്കുന്നത് എടാ പോടാ മറ്റേ മോനെ എന്നൊക്കെയാണ്. അപ്പോൾ എന്നിട്ട് മറ്റൊരു സ്ഥലത്ത് ഇതേപോലൊരു കുട്ടി നേതാവ് പ്രകടനത്തെ ഇങ്ങനെ തടഞ്ഞു നിന്നിരുന്ന SIയുടെ മുഖത്തേക്ക് ഇങ്ങനെ വലിച്ച് അടിക്കുന്നുണ്ട്, കൈകൊണ്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലും പോലീസ് അവിടെ അവരെന്ത് ചെയ്യുന്നു, അവർ വലിയ പ്രകോപനം ഉണ്ടാക്കാതെ നിൽക്കുകയാണ്. എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഞാൻ ചിന്തിക്കുന്നതൊന്നുമല്ല, എന്നാൽ ഈ പോലീസിൽ ഈ പറഞ്ഞ പുഴുക്കുത്തുകളുണ്ട്. ഞാൻ അവരെയല്ല ഉദ്ദേശിക്കുന്നത്, അത്യാവശ്യം നട്ടലുള്ള മാന്യമായ ജോലി ചെയ്യുന്ന ഓഫീസേഴ്സിനെയാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളിലെ അപ്പം ഞാൻ ആലോചിക്കുന്നത്, അപ്പം മനസ്സിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈമാരോട് ഈ കതറ് ഇട്ടുകൊണ്ട് വന്ന് ഈ കോപ്രായം കാണിക്കുന്നവന്മാരോടുള്ള ദേഷ്യത്തേക്കാൾ ഉപരി ഈ ഓഫീസേഴ്സ്, ഈ നല്ല ഓഫീസേഴ്സ് ആണെങ്കിൽ അവരനുഭവിക്കുന്ന, ഇല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പൊതുജന മധ്യത്തിലുണ്ടാകുന്ന എന്താ പറയുന്നത്, അവരെത്രത്തോളം കഷ്ടപ്പെട്ട് പഠിച്ച് ഫിസിക്കൽ ടെസ്റ്റും എല്ലാം കഴിഞ്ഞ് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു നല്ലൊരു പദവിയിലേക്ക് വരുന്നത്, ശരിയല്ലേ? അത് ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് വളരെ മോശമായിട്ടുള്ള ആൾക്കാർ പോലീസിലുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന ഇവർ നല്ല ഓഫീസേഴ്സ് ആണെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു ചെറിയൊരു വിഷമം തോന്നാറുണ്ട്. അപ്പോൾ സത്യത്തിൽ ചിന്തിക്കും, എത്രമാത്രം നല്ലൊരു പദവിയാണ്, എന്നിട്ട് പോലും ഇവൻ്റെയൊക്കെ ഈ സ്കൂൾ എന്താണെന്നോ കോളേജ് എന്താണെന്നോ കണ്ടിട്ടില്ല, ഇനി പോയിട്ടുണ്ടെങ്കിൽ പോലും അതിനൊരു വില കൽപ്പിക്കാത്ത ഈ പറഞ്ഞ പൊളിറ്റിക്സ്, രാഷ്ട്രീയം, ഇവനൊക്കെ ഈ പറയുന്ന നാറികളൊക്കെ പിന്നെ രാഷ്ട്രീയം ഈ ജനങ്ങളെ ഉദ്ധരിക്കാനാണോ അങ്ങോട്ട് വരുന്നത്? ഇവനൊക്കെ എന്തിനാണ് വരുന്നത്? ഇവനൊക്കെ ഏതെങ്കിലും ഒരു ജനത്തെ, ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ കഷ്ടപ്പാട് കാണാനോ ഉദ്ധരിക്കാനാണോ ഇവനൊക്കെ വരുന്നത്? ഒന്നുമല്ല. അതൊക്കെ മറ്റുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലുണ്ട്. എന്നാൽ ഇവിടെ വളരെ നല്ല പൊളിറ്റീഷ്യൻസ് ഇല്ല എന്നല്ല പറയുന്നത്, വളരെ ചുരുക്കം. പക്ഷേ ഈ പറഞ്ഞ ഈ നാണം കെട്ട പണികൾ കാണിക്കുന്ന ഇവനൊന്നും ഒരു ജനത്തെ ഉദ്ധരിക്കാനല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ ആ ഉദ്യോഗസ്ഥനെ ബഹുമാനിച്ചനെ, ആ രീതിയിൽ നിന്നേനെ. ഇല്ലെങ്കിൽ ഒരു അതിരുവിട്ട ഒരു സമീപനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണേൽ പറയാം. ഇപ്പോൾ ഈ പറഞ്ഞ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ കൈകൊണ്ട് അടിച്ചവനും, ഇല്ലെങ്കിൽ അവനെ എടാ പോടാ മറ്റേ മോനെ എന്ന് വിളിക്കുന്ന ഇവന്മാരൊക്കെ ഇവനൊക്കെ പ്രതികരിക്കേണ്ടത് വേറെ പല സ്ഥലങ്ങളിലുമാണല്ലോ, ശരിയല്ലേ? ഇവൻ്റെയൊക്കെ കൂടുള്ള ഒരുത്തനെ തന്നെയല്ലേ പണ്ട് രക്ഷാപ്രവർത്തനമെന്നും പറഞ്ഞ് ചട്ടി കൊണ്ട് തലക്കടിച്ച് നശിപ്പിച്ചിട്ടിട്ട് ഈ അടിച്ച ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ അന്വേഷണ റിപ്പോർട്ട് തിരുത്തണം, അതിപ്പോൾ സസ്പെൻഷനിലായി എന്നല്ലേ. ഇവനൊക്കെ ഇത്രയും നാളും കേരളത്തിൽ ഇവൻ്റെയൊക്കെ ഈ പറഞ്ഞ ഇന്നിപ്പോൾ ഈ കാണിക്കുന്ന ഇവൻ്റെയൊക്കെ ചുരുക്കൂടെ പോയി ഇവന്മാരെയല്ലേ തെരുവിൽ നേരിടേണ്ടത്? ഇവനെയൊക്കെ അല്ലേ ഈ പറഞ്ഞ രീതിയിൽ ഫിസിക്കലായിട്ടും അല്ലാതായാലും എന്ത് ചെയ്യേണ്ടത്, പിന്നെ നേരിടേണ്ടതും പ്രതികരിക്കേണ്ടതും? അവിടെയൊക്കെ ഇവനൊന്നും പറ്റാത്ത എന്താണ് പറ്റാത്തത്? ഇന്നിപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥനെ നീയൊക്കെ ഈ പറഞ്ഞ വെള്ളം ഇട്ടുകൊണ്ട് വന്ന് ഈ പറഞ്ഞ തോന്നിവാസം കാണിക്കുന്ന ഇവനൊക്കെ നീയൊക്കെ ഒന്ന് ആലോചിക്കണം. നീയൊക്കെ എന്തുകൊണ്ടാണെന്നറിയോ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെയൊക്കെ മുമ്പിൽ, ആ ഓഫീസേഴ്സിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്ന് നിനക്കൊക്കെ എടാ പോടാ മറ്റേ മോനെ എന്നും പറയാനും അതോടൊപ്പം തന്നെ അവരുടെയൊക്കെ മുഖത്ത് നീട്ടി അടിക്കാനും ധൈര്യം വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? അവരൊരു ഉദ്യോഗസ്ഥനായ ഉത്തരവാദിത്വമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് നിനക്കൊക്കെ സാധിക്കുന്നത്. ഇപ്പോൾ നീയൊക്കെ സമരം ചെയ്യുന്ന സമയത്ത് നിനക്കെതിരെ വരുന്ന ഒപ്പോണൻസ് ഉണ്ടല്ലോ, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ എതിരാളികൾ വരുന്ന സമയത്ത് നീയൊക്കെ ഇങ്ങനെ പറയാൻ പറ്റുമോ? നീ പറയുമോ ചുണയുണ്ടെങ്കിൽ അടിക്കണമെന്ന് പറഞ്ഞ് അവൻ്റെ മുമ്പിലോട്ട് ചെന്ന് നിൽക്കാൻ നിനക്കൊക്കെ ധൈര്യം കൊണ്ടുവിടാൻ അറിയാം? ഇല്ല. കാരണം അവന്മാരെന്ത് ചെയ്യും? നിൻ്റെയൊക്കെ എടുക്കുമ്പോൾ എടുത്തിട്ട് നിൻ്റെയൊക്കെ മണ്ട അടിച്ച് പൊടിച്ച് നിന്നെയൊക്കെ വിടും, അല്ലേ? ശരിയല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ നീയൊക്കെ ഓർത്തോളൂ, ഈ പറയുന്ന ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ നിന്ന് അവനെ വെല്ലുവിളിക്കാനും അവനെ അടിക്കാനും നീയൊക്കെ ധൈര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥരുടെ അതിന് കാരണം ആ ഉദ്യോഗസ്ഥരുടെ പുറത്ത് കിടക്കുന്ന ആ ഒരു കാക്കിയുടെ വില കൊണ്ട് തന്നെയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെയാണ് നിനക്കൊക്കെ ധൈര്യം. കാരണം ആ സമയത്ത് അവർക്ക് പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കാൻ പറ്റില്ല. നമ്മുടെ നിയമ സംവിധാനങ്ങൾ അങ്ങനെയാണ്. ആ ഒരു ധൈര്യം കൊണ്ടുള്ളടാ നാറികളെ നീയൊക്കെ ഇവരെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഞാൻ ഈ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും പിന്നെ
കൊടിയുടെ നിറം നോക്കി അറ്റാക്ക് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളുണ്ട്. അതെല്ലാ പാർട്ടിയിലും ഉണ്ട്. അത് CPM-ലും ഉണ്ടാവും, BJP-ലും ഉണ്ടാവും, കോൺഗ്രസ്സിലും ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. അവരെ ആരെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇന്നത്തെ ആ ഒരു പ്രകോപനപരമായിട്ടുള്ള രീതിയിലുള്ള ആ മറുപടികളും അദ്ദേഹത്തെ കൈനീട്ടി അടിച്ചതും കണ്ടപ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന അന്ന് ചെടിച്ചട്ടി കൊണ്ടും വടികൊണ്ടും ലാത്തി കൊണ്ടും ഒക്കെ അടിച്ചൊരു സംഭവം ഉണ്ടായല്ലോ. അപ്പോൾ ആ സംഭവത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് അന്വേഷിച്ച റിപ്പോർട്ട് തിരുത്താൻ ആരാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പുഴുക്കുത്തുകളും നമ്മുടെ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. ഞാൻ അവരെയൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. അന്തസ്സുള്ള ആത്മാർത്ഥമായിട്ട് പഠിച്ച് ജയിച്ച് വന്ന് അന്തസ്സോടുകൂടി ജോലി ചെയ്യുന്ന നട്ടലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എന്താണ് ഈ സത്യം പറഞ്ഞാൽ അതൊരു ഗതികേടാണ്. ഇങ്ങനെയൊക്കെയുള്ള ഇത്രയും നല്ല ഓഫീസേഴ്സ് ഈ പറയുന്ന ഊച്ചാളി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ വേണേൽ പറയാം. ഊച്ചാളി ഈ കുട്ടി നേതാക്കന്മാർ ഈ പറഞ്ഞ ചെറ്റകളുടെ മുമ്പിൽ നിന്നിട്ട് ഇവൻ്റെയൊക്കെ വായിരിക്കുന്ന കേൾക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സംഘർഷവും വിഷമവും ആ ജോലിയോട് തന്നെ തോന്നുന്ന ഒരു വെറുപ്പും അതൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള കാര്യമാണ്. അതൊക്കെ മനസ്സിലായി. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം. ആ കുട്ടി നേതാക്കന്മാരെ നാറികളെ നീയൊക്കെ അത് ഏത് പാർട്ടിയായാലും, ഞാൻ ഒരു പാർട്ടിയല്ല പറയുന്നത്, ഇത് ഏത് പാർട്ടിയായാലും അത് പിന്നെ ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുണ്ട്, അതിലെ ആയാലും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും കോൺഗ്രസിനെ എവിടത്തെ ആയാലും നിങ്ങളൊക്കെ ഒരു കാര്യം ആലോചിക്കണം. നിങ്ങളൊക്കെ ഇന്ന് വിചാരിക്കുന്നത് എന്താണ്? ഇന്ന് ആ ഒരു ഓഫീസറിനെ അടിച്ച ആ ഒരു നാറിയും അതോടൊപ്പം തന്നെ വെല്ലുവിളിക്കുന്ന വേറൊരു നാറി ഇവനൊക്കെ എന്താ ചിന്തിക്കുന്നത്? നിങ്ങളൊക്കെ ഇത് കണ്ട് മറ്റുള്ള ജനങ്ങൾ നിങ്ങളെ ഹീറോകളാക്കുമെന്നാണോ നീയൊക്കെ വിചാരിക്കുന്നത്? ഒന്നുമില്ല. നിനക്കൊക്കെ ജനം തരുന്നത് പുഴുക്കളുടെ വിലയാണ്. പുഴുക്കളുടെ വില മനസ്സിലായില്ലേ? അത് ഓർത്തോളൂ. പിന്നെ ഈ പറഞ്ഞ ഒരു സമരവുമായിട്ട് ബന്ധപ്പെട്ട് ആ സമരം CJP-യുടെ ഒരു സമരം, ആ സമരം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അത് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ പോലും പൂർണ്ണമായിട്ടും അതിനെ തള്ളിക്കളയാനോ പൂർണ്ണമായിട്ടും അതിനെ ഉൾക്കൊള്ളാനോ പറ്റുന്ന ഒരവസ്ഥയല്ല ഇപ്പോൾ. കാരണം നീറ്റ് പരീക്ഷ എന്ന് പറയുന്ന വളരെ ഇത്രയും പിന്നെ സങ്കീർണമായിട്ടുള്ള അത്രയ്ക്ക് ഫിസിക്കലി ഇല്ലെങ്കിൽ അത്രയ്ക്ക് മെൻ്റലി ആ ഒരു രീതിയിൽ ഒരു ഡെഡിക്കേഷൻ ഇടേണ്ട ഇത്രയും വലിയൊരു നീറ്റ് പരീക്ഷ എന്ന് പറയുന്ന അതിൽ ആ കുട്ടികൾ ഇത്രയും നാളിങ്ങനെ ശരിക്കും കിടന്ന് അവർ അതിൻ്റെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത്രയ്ക്ക് കിടന്ന് കഷ്ടപ്പെട്ടിട്ട് വരുമ്പോൾ ഈ എക്സാം എഴുതി കഴിയുമ്പോൾ അത് ഇപ്പോൾ പരീക്ഷാ പേപ്പർ ലീക്കാവുന്നു ഇല്ലെങ്കിൽ ആ പരീക്ഷ മാറ്റിവെക്കുന്നു എന്നറിയുമ്പോഴുണ്ടാകുന്ന ഡിപ്രഷൻ ഇല്ലെങ്കിൽ അവരുണ്ടാകുന്ന മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ അത് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്കും മനസ്സിലാവില്ല. അതിനെ സംബന്ധിച്ച് അത് അനുഭവിക്കുന്ന വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ അതിൻ്റെ പേരൻസിന് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അത്രയ്ക്ക് കഠിനമാണ്. അതൊരിക്കലും നമുക്കതിനെ തള്ളിപ്പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അവിടെ പ്രതിഷേധിക്കാനുള്ള അവസരം അത് തീർച്ചയായിട്ടും അതിനുള്ള അവസരം ഉണ്ടാവണം 100%. പക്ഷേ അത് ഇപ്പോൾ ഇപ്പം നടക്കുന്ന ഒരു സമരം, അത് ഞാനതിനെ പറയുന്നത് ഇപ്പം നടക്കുന്ന ഒരു സമരം, പക്ഷേ ആ വിദ്യാർത്ഥികൾ അവരുടെ ആ ഒരു കഷ്ടത അനുഭവിക്കുന്ന അല്ലെങ്കിൽ അതുകൊണ്ട് എത്ര വിദ്യാർത്ഥികൾ മരിച്ചു, കുറേ 10-20 വിദ്യാർത്ഥികളും ഈ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള വിദ്യാർത്ഥികളോ രക്ഷാകർത്താക്കളോ മാത്രമൊന്നുമല്ല ഇപ്പോൾ ഈ സമരത്തിൽ. നമ്മൾ ഈ സമരത്തിൻ്റെ രീതി കണ്ടപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗം ആൾക്കാരും എനിക്ക് തോന്നുന്നത്, ഞാൻ അത് കണ്ടത് വെച്ചിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അത് ഭൂരിഭാഗം ആൾക്കാരും അതിനകത്ത് വരുന്നത് ഇത് നീറ്റ് എന്താണെന്നോ എക്സാമിനേഷൻ എന്താണെന്നോ അതിൻ്റെ സങ്കീർണത എന്താണെന്നോ എന്താണ് സംഭവിച്ചെന്നോ ഒന്നും അറിഞ്ഞുകൂടാത്ത ഏതൊക്കെയോ ഇവിടുന്നൊക്കെയോ കുറേ അലവലാദികൾ തന്നെയാണ്. അത് ഈ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു നല്ല ഉദ്ദേശത്തോടുകൂടി വന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അതിനെ ഹൈജാക്ക് ചെയ്ത് അതിൻ്റെ മറകിൽ വേറെ പല വെസ്റ്റഡ് ഇൻട്രസ്റ്റും കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇവിടെ പ്രോബ്ലംസ് ഉണ്ടാക്കാനുള്ള ഒരു കൃത്യമായിട്ടുള്ള നീക്കം അതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സമരത്തെ ഞാൻ ഒരിക്കലും തള്ളി പറയുന്നില്ല. കാരണം അത് ആ വിദ്യാർത്ഥികൾ അനുഭവിച്ച മാനസിക സംഘർഷം എന്ന് പറയുന്നത് അവർക്കത് പ്രതിഷേധിക്കാനുള്ള അവസരമുണ്ട്. ഇനി ഒരിക്കലും അതുണ്ടാകരുത്. അപ്പോൾ എന്താ വേണ്ടത്? ആ സമരം വേണം, അതിനെ ഗവൺമെൻറ് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കണം, അതിൻ്റെ തീരുമാനങ്ങളിലേക്ക് പോകണം. പക്ഷേ ഇവിടെ നടക്കുന്നത് അത് മാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ തള്ളി പറയുന്നത്. ഇവിടെ നടക്കുന്നത് മാത്രമൊന്നുമല്ല, ഇതിനകത്ത് ഫണ്ടിങ് ശരിക്ക് വരുന്നുണ്ട്. അത് പറഞ്ഞ ആൾക്കാർ അത് കേൾക്കുന്നവർക്ക് തന്നെ ബോറടിക്കും. ഇത് ഒരുപാട് ആൾക്കാർ അത് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു സമരത്തെ ഞാനതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയോ പൂർണ്ണമായിട്ട് സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. കാരണം അതിന് 2 വശങ്ങളുണ്ട്. അതിനെ നമ്മൾ ആ രീതിയിൽ കണ്ടേ പറ്റുള്ളൂ. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞത്. കാരണം നമ്മളവിടെ പലപ്പോഴും നമ്മൾ കാണുന്നതാണ് എത്രയോ വണ്ടികൾ കത്തിക്കുക. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടില്ലേ ഇന്നലെ? ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ, ഒരു പ്രായമായ ഒരാളാണ്, അയാളെ എടുത്ത് അടിച്ച് നശിപ്പിച്ച് തലയും പൊട്ടിച്ച് ഒരു നീറ്റ് എഴുതി മാനസിക സംഘർഷത്തിൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി, ഒരു മാന്യമായ രീതിയിലുള്ളൊരു വിദ്യാർത്ഥി ഇല്ലെങ്കിൽ ഒരു നീറ്റ് പരീക്ഷയൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ വേണം, ഇത്തിരി മൂളയും കാര്യങ്ങളൊക്കെ വേണം. അല്ലാത്തവരത്തിനും പറ്റത്തൊന്നുമില്ല. ഈ കാണിക്കുന്ന സംഘർഷങ്ങൾ മുഴുവൻ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യുന്നതൊന്നുമല്ല. കാരണം അങ്ങനെ ഒരു വിദ്യാർത്ഥി ഒരിക്കലും ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ബ്രൂട്ടലി ആ ഒരു രീതിയിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല,
ആക്രമിക്കത്തുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. ഇനി രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം, അപ്പം ഒരു കാര്യം കൂടെ പറയാം. അപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ അതിനനുസരിച്ചുള്ള ആ രീതിയിൽ കൃത്യമായ രീതിയിലുള്ള സമരപരിപാടികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോവുകയും ഗവൺമെൻറ് എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ഗവൺമെൻറ് ഇവർ അത് അനാവശ്യമായിട്ട് അതിനെ തള്ളിക്കളയും. ഇനി കാരണം ഒരു പരിധി കഴിഞ്ഞ് പോകുമ്പോൾ അതിനെ തള്ളിക്കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള നിയമ നടപടികളിലേക്കും അതിൻ്റെ ഒരു റെമഡീസിലേക്കും ഗവൺമെൻറ് പോവുകയും വേണം. അത് പോവുകയും ചെയ്യും ഉറപ്പായിട്ടും. അപ്പോൾ അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ എക്സ്പെർട്സ് ഉണ്ട്. അവരും അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ഈ പറയുന്ന നമ്മുടെ മിനിസ്റ്റേഴ്സും ഒക്കെ അതിന് കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതൊന്നും കൃത്യമായിട്ടെല്ലാം എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ആ ഒരു രീതിയിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യണം, അതിന് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് ഈ ചോദ്യപേപ്പർ ഒരു കാരണവശാലും ഈ രീതിയിൽ ഇനി ഉണ്ടാവാത്ത രീതിയിൽ അതിനുള്ള നിയമനിർമ്മാണങ്ങളായാലും അതിനുള്ള പിന്നെ എന്താ പറയുന്നത് തീരുമാനങ്ങളായാലും അതൊക്കെ കൊണ്ടുവന്ന് അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അങ്ങനെ മാത്രമേ അതിന് ഏതൊക്കെ രീതിയിൽ ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള പിന്നെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള രീതിയിൽ അത് കൂട്ടമായിട്ട് കൃത്യമായിട്ട് അതിന് സമയമെടുത്ത് വേണം ചെയ്യാൻ. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ എന്തായാലും പക്ഷേ എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇത്രയും നാൾ എന്തുകൊണ്ട് ഇത് പരിഹരിച്ചില്ല എന്ന് ചോദിക്കുവാണെങ്കിൽ അത് എവിടെയാണ് പ്രശ്നമില്ലാത്തത്? നമ്മുടെ ഇവിടുത്തെ PSCയിൽ എന്തെല്ലാം കേരള PSCയിൽ നടക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ, അതൊക്കെ പറഞ്ഞാൽ വളരെ രസകരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അപ്പോൾ അതിനുള്ള ടൈം, ആ സമരത്തിന് അതിൻ്റേതായിട്ടുള്ള ടൈം കിട്ടും. പക്ഷേ ആ സമരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശാവഹമായിട്ടുള്ള കാര്യങ്ങളല്ല മുന്നോട്ട് പോകുന്നത്. കാരണം ഇന്നലെ തന്നെ കണ്ടില്ലേ, ഇന്നലെ തന്നെ ഒരു ഇംഗ്ലീഷ് ചാനൽ രാത്രിയിൽ കൃത്യമായിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ളിൽ പിന്നെ മറ്റ് അതുപോലെ ഫോറിൻ നാഷണൽസ് വന്നിട്ടുണ്ട്. USA എന്നൊക്കെ ഉള്ള കുറേ ആൾക്കാർ ഇതിനുള്ളിൽ നിന്നുകൊണ്ട് അവർ പല രീതിയിലുള്ള പരിപാടികളോടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്നലെ ചില ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് പേഴ്സണലി പറയുവാണെങ്കിൽ ഞാനൊരിക്കലും ഈ സമരത്തെ പൂർണ്ണമായി തള്ളിക്കളയോ പൂർണ്ണമായി ഞാൻ സ്വീകരിക്കുകയോ ചെയ്യില്ല. പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് കുറേ സിനിമാ താരങ്ങൾ ഇവന്മാർ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ കേരളത്തിൽ ഇവനൊക്കെ പ്രതികരിക്കാനാണെങ്കിൽ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇതും പല ആൾക്കാരും പറഞ്ഞ കാര്യം തന്നെയാണ്. എന്തെല്ലാം കാര്യങ്ങൾ നമ്മളിവിടെ ഞാൻ മറ്റുള്ള ഒരുപാട് ആശാവർക്കർമാരുടെ സമരങ്ങളും കാര്യങ്ങളും പിന്നെ PSCയുടെ പ്രശ്നങ്ങളൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞു. ഞാൻ അതിനകത്ത് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഞാൻ എൻ്റെ നാട്ടിൽ തൊട്ടടുത്ത് തന്നെ നടന്നൊരു സംഭവം വേണമെങ്കിൽ 1-2 സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അവിടെ കഴിഞ്ഞ കുറേ നാളുകൾക്ക് 1 മാസമായെന്ന് തോന്നുന്നു ഇപ്പോൾ കറക്റ്റ്. അതായത് ഒരു ബസ് രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി ബസ് കാത്തു നിന്ന കുട്ടികളുടെ മേലേക്ക് അവിടെ നിന്ന് അവരെ യാത്ര അയക്കാൻ വന്ന ഒരു പേരൻ്റ് ഉൾപ്പെടെയാണ് മരിച്ചത്. 3 പേര് അവിടെ മരിച്ചു. ഒരു ട്യൂട്ടോറിയൽ അധ്യാപകൻ മരിച്ചു. ഒരു ബസ് കാത്ത് നിന്ന 10ാം ക്ലാസ്സിലൊരു വിദ്യാർത്ഥി മരിച്ചു. ഒരു പെൺകുട്ടിയെ കൊണ്ടാക്കാൻ വന്ന ആ കുട്ടിയുടെ അച്ഛൻ മരിച്ചു. ഈ 3 പേര് അവിടെ മരിച്ചു. ഒരു ടിപ്പർ ലോറി പാഞ്ഞു വന്ന് കയറുമായിരുന്നു ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തുകൊണ്ടത് സംഭവിച്ചു? ആ വണ്ടിയുടെ ഫിറ്റ്നസ് അത് കൃത്യമായിട്ട് നോക്കുക. അത് എൻ്റെ അടുത്ത് തന്നെയുണ്ട്, ഞാനത് വ്യക്തമായിട്ട് കണ്ടാണ്. അതിന് ടയർ ഒന്നും നേരെയല്ല, അതിൻ്റെ ഫിറ്റ്നസ് കൃത്യമല്ല. അതെന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഫിറ്റ്നസ് കൊടുക്കാൻ പറ്റാത്ത ഒരു ലോറിയാണത്. അതിന് കൊടുത്തു. എന്നിട്ട് ആ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ 2 പേരെ അങ്ങോട്ട് സസ്പെൻഡ് ചെയ്തു. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം കഷ്ടമാണ്. ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്ന് അവൻ 10ാം ക്ലാസ് വരെയായി, അവൻ്റെ ആ മാതാപിതാക്കളുടെ ഒരു ദുഃഖം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ് സംഭവിച്ചത്? അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനെ കൃത്യമായിട്ടുള്ള ഒരു നിയമലംഘനം എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് നിയമം പാലിക്കാത്ത അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി ചെയ്യാത്ത കാര്യങ്ങൾ ഇല്ലേ? അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ വേണമെങ്കിൽ രാജിവെക്കാണെന്ന് പറയുമല്ലോ. ശരിയല്ലേ? വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഇവിടുത്തെ മിനിസ്റ്റർ എന്ത് ചെയ്യണം, രാജിവെക്കണം. അതല്ല അതിൻ്റെ രീതി. അത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ട് വരണം. കൃത്യമായിട്ട് നിയമം കർക്കശമാക്കണം. റോഡ് നിയമങ്ങൾ കർക്കശമാക്കണം. ചെയ്യുന്നുണ്ടോ? ഇവിടെ ചെയ്യുന്നില്ല. റോഡ് നിയമങ്ങൾ ഒരിക്കലും നമ്മളിവിടെ കർക്കശമല്ല. റോഡ് നിയമങ്ങൾ കർക്കശമാക്കിയാൽ മാത്രം എത്രയോ ആക്സിഡൻറ്റ്സ് ഓരോ ദിവസം കുറഞ്ഞു കിട്ടുമെന്ന് പറയും. ഇവിടെ ഞാനിപ്പോൾ ഇന്ന് ഒരുത്തനെ ഞാൻ വെള്ളം ഒടിച്ചിട്ടായാലും അല്ലാതായാലും ഞാൻ ഏതെങ്കിലും ഒരുത്തനെ കൊണ്ടുപോയി ഇടിച്ച് ഏതെങ്കിലും ഒരു 1, 2, 3 എത്ര പേരെ കൊന്നു കഴിഞ്ഞാലും നാളെയും ഞാൻ ഫ്രീ ആയിട്ട് റോഡിൽ കൂടെ നടക്കുന്നത് കാണാം. അപ്പോൾ ഈ രീതിയിലുള്ള നിയമങ്ങൾ മുഴുവൻ നമ്മൾ മാറ്റിമറിച്ച് കൊണ്ടുവന്നെങ്കിലേ പറ്റുള്ളൂ. ഈ ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ ഇതൊരു വലിയ ഇഷ്യൂ ആണ്. നമ്മളിവിടെ ഈ കേരളം മുഴുവൻ കണ്ട അല്ലെങ്കിൽ ലോകം മുഴുവൻ കണ്ട ഒരു ഇഷ്യൂ ആണത്. ഈ പറയുന്ന പറഞ്ഞ ഇന്നിവിടെ അവിടെ എവിടെയും പോയി മൈക്കെടുത്ത് കോമാളിത്തരങ്ങൾ പറയുന്ന പറഞ്ഞ ഏതെങ്കിലും ഒരു സിനിമാ താരങ്ങൾ ഏതെങ്കിലും ഒരുത്തൻ ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ച് പ്രതികരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പ്രതികരിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ പറയുക, മീഡിയ അറ്റൻഷൻ കിട്ടത്തില്ല. പറയുന്ന നാറികൾ മുഴുവൻ പിന്നെ സിനിമാ താരങ്ങളെ തന്നെ പറഞ്ഞത് യുവമാരായാലും ഈ ലേഡീസ് ആയാലും യുവമാരായാലും ഇവനൊക്കെ പറയുന്ന ചില ദേശീയ തലത്തിൽ വരുന്ന ഇഷ്യൂസിൽ ചില വെസ്റ്റഡ്
അവന്മാരുടെ ഇൻട്രസ്റ്റും കൂടെ നോക്കിയാണ്, അവന്മാർക്കുള്ള ഒരു മീഡിയ അറ്റൻഷനും എല്ലാം നോക്കി പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തിനാണെന്നറിയോ? ഇവന്മാരുടെ പബ്ലിസിറ്റിയും കൂടെ വേണ്ടി. ഈ കള്ള നാണയങ്ങളെ നമ്മൾ തിരിച്ചറിയണം. കേരളത്തിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇവന്മാർക്ക് താല്പര്യമില്ല. ഇവന്മാർ ഈ പറയുന്ന പിന്നെ വേറെ പലയല്ല, ഇവന്മാർക്ക് ഒറ്റ കാര്യങ്ങളേ ഉള്ളൂ, ഒരു മീഡിയ അറ്റൻഷൻ. ഒരാളൊന്ന് പോയി കഴിഞ്ഞാൽ അടുത്തവൻ അതിൻ്റെ കൂടെ, മറ്റവൻ അടുത്ത കൂടെ. അത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ 3-4 കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിട്ടുള്ളത്. 2 രീതിയിലുണ്ട്. ഒന്ന് മീഡിയ അറ്റൻഷനുണ്ട്, മറ്റൊന്ന് ഇനി ഞാൻ മിണ്ടാതിരുന്നാൽ നാളെ എൻ്റെ സിനിമ ഒരു പക്ഷേ ബഹിഷ്കരിച്ചേക്ക് വന്നൊരു തോന്നലും ഉണ്ടാവും അതിൻ്റെ പുറകിലൊക്കെ. ഇങ്ങനെയുള്ള കുറേ എന്താ പറയുന്ന നാറികൾ ഇവിടെ. അത് മാത്രമല്ല, ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പ്രശ്നം വന്നപ്പോൾ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു ലേഡി, ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. അവർ പിന്നെ ഇപ്പോൾ കൈക്കൂലി കേസിൽ സസ്പെൻഷനായിട്ട് നിൽക്കുന്നു. അവർ അത് ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 19 വാഹനങ്ങളെങ്ങാണ്ട് നോക്കുക പോലും ചെയ്യാതെ ഫിറ്റ്നസ് കൊടുക്കുന്നുള്ളതാണ്. ഇത്രയൊക്കെ അഴിമതികളും കാര്യങ്ങളും ഇവിടെ നടക്കുമ്പോൾ ഇതിനകത്തൊന്നും പ്രതികരിക്കാതെ ഇപ്പോൾ ശരിക്കും പറഞ്ഞ സിനിമാ താരങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് വരേണ്ടത്. നമ്മുടെ ഈ പറഞ്ഞ കുട്ടികൾ, അതേപോലെ തന്നെ കുട്ടികളായാലും മുതിർന്നവർ ആരായാലും കൃത്യമായിട്ട് ട്രാഫിക് ബോധവൽക്കരണം കൊടുക്കണം. തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് എത്രയോ ലേഡീസൊക്കെ, ഏറ്റവും കൂടുതൽ ലേഡീസിനാണ് നമ്മൾ അത് നമുക്ക് വളരെ വിഷമം തോന്നുന്ന ചില ആക്സിഡൻറ്റ്സ് കണ്ടിട്ടുണ്ട്. അതായത് ഒരു ബസ് ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്നു, ലേഡീസ് എന്ത് ചെയ്യുന്നു, വളരെ കൂളായിട്ട് അവരിങ്ങനെ ക്രോസ് ചെയ്ത് വരും. ആ ഡ്രൈവറിൻ്റെ ഒരു ബ്ലാക്ക് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഡ്രൈവർക്ക് കാണാൻ പറ്റത്തില്ല. ഇവർ ബസ് ഇങ്ങനെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ലോറിയാലും എന്തായാലും മുന്നോട്ടെടുക്കും. അവർ അതിനകത്തൊരു രക്ഷപ്പെടലില്ല. അത് ടയർ മേലിലൂടെ കയറി ഇറങ്ങി എത്ര ആക്സിഡൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ബോധവൽക്കരണത്തിലൂടെ നമുക്ക് ഈ ആക്സിഡൻ്റ് എല്ലാം ഒഴിവാക്കാവുന്നതാണ്. ഇവിടെ എന്തോ ചെയ്യുന്നുണ്ട് ഇവരൊക്കെ? ഇവരൊന്നും ചെയ്യുന്നില്ല. അത് സ്കൂളുകളിൽ കൃത്യമായിട്ടും കുട്ടികൾക്ക് എന്ത് ചെയ്യണം, ട്രാഫിക് അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും കൃത്യമായിട്ടും അതിൻ്റെ ബോധവൽക്കരണം കൊടുക്കണം, കുഞ്ഞു പ്രായത്തിലേക്ക് കൊടുക്കണം. കാരണം +2 കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവലിലേക്ക് എത്ര കുട്ടികളാണ് ഓരോ ദിവസവും മോട്ടോർ ബൈക്ക് ആക്സിഡൻറ്റ്സിൽ മരണപ്പെടുന്നത്. അപ്പം ഇതൊന്നും ചെയ്യുന്നില്ല. ഇതിനൊന്നും ഇവിടുത്തെ ഒരുത്തനും ഒരു സിനിമാക്കാരനായാലും ഒരുത്തനായാലും ഒന്നിനും താല്പര്യമില്ല. ഇവനൊക്കെ വേറെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുമ്പിൽ ഞെളിഞ്ഞു നിന്ന് ഒക്കെ എന്താ പറയുക, കുറേ മീഡിയ അറ്റൻഷൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കുറേ എരണം കെട്ട സിനിമാ താരങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നും ഒരു രീതിയിൽ ശരിയല്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും എന്താണ്, നേരത്തെ എനിക്ക് ആ പോലീസുകാരുടെ കാര്യം കണ്ടപ്പോഴാണ് കുറച്ചുകൂടെ വിഷമം തോന്നിയത്. കാരണം ഇവന്മാർ ഈ പറഞ്ഞ ഈ ഊച്ചാളി രാഷ്ട്രീയ നേതാക്കന്മാർ, അതായത് ഈ കുട്ടി നേതാക്കന്മാർ, ഇവന്മാരൊക്കെ മുന്നിൽ വന്ന് വിളിക്കുന്ന ഈ വിളിയും ഒക്കെ കേട്ട് അല്ലേ. അപ്പോൾ നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടതെന്നറിയോ, നമ്മുടെ എല്ലാ പൊളിറ്റിക്സിലെയും ഈ നല്ല നേതാക്കന്മാർ, മുതിർന്ന നേതാക്കന്മാരുണ്ടല്ലോ, ഇവരിതൊക്കെ കണ്ടിട്ട് ഇവരല്ലേ ഇതൊക്കെ തിരുത്തേണ്ടത്? ശരിയല്ലേ? ഈ മുതിർന്ന നേതാക്കന്മാർ അവർ കൃത്യമായിട്ട് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്നില്ലേ, നിങ്ങൾ ഇനി ഈ രീതിയിലുള്ള മോശപ്പെട്ട പ്രവൃത്തികളിലേക്കും മറ്റുള്ള പൊതുജനങ്ങൾക്കുള്ളിൽ നമ്മളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വില കളയുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് സ്ഥാനമില്ല എന്ന് അവർക്ക് എന്തുകൊണ്ട് പറയുന്നില്ല? എന്തുകൊണ്ടാണ് പറയത്തെന്നറിയോ? അവനെ പറയില്ല. കാരണം എന്താണെന്നറിയോ, ഇങ്ങനെയുള്ളവരെ ഇവർക്ക് വേണം. എങ്കിൽ മാത്രമേ ഇവർക്ക് എവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. ഈ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? താഴെത്തട്ടിലുള്ളവരെ ഭരിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ചാവേറുകളും ഇവർക്ക് വേണം. മനസ്സിലായില്ലേ? അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ. ഇപ്പം ഈ പറയുന്ന ഉദാഹരണത്തിന് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു എന്താ പറഞ്ഞ നമ്മുടെ പോലീസിൻ്റെ ഒരു ഉയർന്ന മേധാവി, അദ്ദേഹമാണ് ഈ പറഞ്ഞ ഒരു ക്രൈം അന്വേഷിച്ച് കണ്ടെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് വരട്ടി ആ ഒരു അന്വേഷണ റിപ്പോർട്ട് തിരുത്തുന്ന. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് തോന്നിവാസങ്ങളാണ്. ഇതിലൊന്നും ഒരുത്തനും പ്രതികരിക്കേണ്ട. ഇതൊന്നും ഒരു സിനിമാ താരങ്ങൾക്കോ ഇവിടെയുള്ള ഒരാൾക്കും നമ്മുടെ ബേസിക്കായിട്ടുള്ള അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള കേരളത്തിലെ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളിലും പ്രതികരിക്കേണ്ട. അവരൊക്കെ പോയേക്കുക. അപ്പോൾ പറയാൻ തുടങ്ങിയ ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രയെങ്കിലും ഒന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മനസ്സിനൊരു സ്വസ്ഥത കിട്ടത്തില്ല എന്നാലോചിച്ചിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. കാരണം നമ്മുടെ എന്താ പറയുന്നത്, ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു നീറ്റ് എക്സാമിനേഷൻ പോലുള്ള ഒരു സംഭവത്തിൽ ഒരു പേപ്പർ ലീക്ക് ആവുക എന്ന് പറയുന്നത്, ചോദ്യപേപ്പർ ലീക്കാവുക എന്ന് പറയുന്നത് ഒരു നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല. അത് വളരെ വളരെ വലിയ, അതായത് കുട്ടികളുടെ മാനസികാവസ്ഥയെ ഒരു ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന, അത്രയും കഷ്ടപ്പെട്ട് 1 വർഷം ഫുൾ ഡെഡിക്കേറ്റ് ചെയ്ത് അവരുടെ പഠിത്തം നമ്മൾ സാധാരണ വിചാരിക്കുന്ന പോലൊന്നുമല്ല, അത്രയ്ക്ക് എഫർട്ടാണ് അവരിടുന്നത്. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ആ പരീക്ഷ എഴുതി കഴിയുമ്പോൾ ആ പരീക്ഷ ക്യാൻസൽ ചെയ്യേണ്ടി വരുമ്പോൾ ഉള്ളൊരു മാനസികാവസ്ഥ ഒരാൾക്ക് മനസ്സിലല്ല. അപ്പോൾ അതിനെയൊക്കെ കൃത്യമായിട്ടുള്ളൊരു സമരപരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുവാണെങ്കിൽ അതിനെ വളരെ കൃത്യമായിട്ട്, ഇന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ CJPയുടെ നേതാവിന് മനസ്സിലായി. ഇന്ന് വൈകുന്നേരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് അവിടെ നടക്കുന്ന ഭൂരിഭാഗം ആക്രമണങ്ങളും കാര്യങ്ങളുമൊക്കെ അത് ഞങ്ങളല്ല,
ആലോചിച്ചോണം. ഞങ്ങളല്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു എന്നെനിക്ക് തോന്നുന്നു. ഞാൻ എവിടെയോ കണ്ടതായിട്ട് ഓർക്കുന്നു ഇന്നുമായിട്ട്. കൃത്യമായിട്ട് എനിക്ക് ഏത് ഓൺലൈൻ മീഡിയ എന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിതൊക്കെ സാധാരണക്കാരായിട്ടുള്ള ഒരു പൊളിറ്റിക്സിൽ അന്ധമായി വിശ്വസിക്കാത്ത ആൾക്കാർ നമ്മളും എന്ത് ചെയ്യണം, ഒരു സൈഡിൽ നിന്ന് മാറി നമ്മളും ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമസ്കാരം.